പാൽ, മത്സ്യ, കാർഷിക മേഖലയ്ക്ക് ദോഷകരമായ ഒന്നും നരേന്ദ്രമോദി സർക്കാർ ചെയ്യില്ല എന്ന് കേന്ദ്ര ക്ഷീരവികസന, ഫിഷറീസ്, ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ. ലോകത്തിൽ എത്ര ശക്തനാണെന്ന് പറഞ്ഞ ആരു വന്നാലും അവർക്ക് മുന്നിൽ തന്റെയിടത്തോടെ നിന്ന് കാര്യങ്ങൾ പറയുവാൻ നരേന്ദ്രമോദിക്ക് മടിയില്ല. ക്ഷീരകർഷകർക്ക് ഉപകാരപ്രദമായ ഗോകുൽ പദ്ധതി പോലുള്ളവ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നും ജോർജ് കുര്യൻ പറഞ്ഞു. പുതൂരിൽ നടന്ന ക്ഷീരകർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സമഗ്ര വികസനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാർഷിക മേഖല, ക്ഷീരമേഖല, അതുപോലെ തന്നെ മത്സ്യമേഖല, ഇങ്ങനെയുള്ള മേഖലകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്ഷീരമേഖലയിലെ വളരെയധികം പദ്ധതികൾ നടപ്പിലാക്കി. അതിന്റെ ഫലമായി 2022 ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാലുൽപാദനമുള്ള രാജ്യമായി ഭാരതം മാറി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷീരോത്പാദനം നടത്തുന്നത് അത് ഭാരതത്തിലാണ്. തീർച്ചയായിട്ടും അത് ക്ഷീര കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ്. ഓരോ നേട്ടമുണ്ടാകുന്ന അവസരത്തിലും നരേന്ദ്രമോദിജി പറയാറുണ്ട്, ഇത് 140 കോടി ജനങ്ങളുടെ വിജയമാണ്, ജനങ്ങളുടെ അധ്വാനത്തിന്റെ വിജയമാണ്. ഭരണാധികാരികൾക്ക് അതിനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുവാനേ സാധിക്കുകയുള്ളൂ. ജനങ്ങൾ അധ്വാനിക്കുന്നത് കൊണ്ടാണ് രാജ്യം വികസിക്കുന്നത്. ഈ ക്ഷീര മേഖല രംഗത്ത് അനേകം പദ്ധതികളുണ്ട്. അത് ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഗോകുൽ പദ്ധതിയുണ്ട്, അതുപോലെ തന്നെ എന്റർപ്രണർഷിപ്പ് പരിപാടിയുണ്ട്, അതുപോലെ തന്നെ ഈ ക്ഷീര കർഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ പശുവിനും മറ്റ് ക്ഷീരോത്പാദന മൃഗങ്ങൾക്കും വേണ്ടിയുള്ള അതിന്റെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം, ഇതെല്ലാം തന്നെ പലിശ കുറച്ചും അതുപോലെ സബ്സിഡിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. അടിസ്ഥാന വികസനത്തിനുള്ള ഫണ്ട് AHIDF എന്ന് പറയുന്ന ഫണ്ടിൽ നിന്നാണ്. അത് ഏതാണ്ട് 5% പലിശയ്ക്ക് നബാർഡ് നൽകുന്നു. 3% കേന്ദ്ര സർക്കാർ അതിൽ നിന്നെടുക്കും. പിന്നെ കർഷകർ ചെലവാക്കേണ്ടത് 2%. അത് കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കിയാൽ 50% സബ്സിഡി നൽകും. അപ്പൊ അതുകൊണ്ട് ഈ ഫീഡ്സ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം നൽകുന്നു. പശു വളർത്തലിനുള്ള തൊഴുത്തിന് വേണ്ടിയുള്ള സബ്സിഡിയുണ്ട്. അതുപോലെ തന്നെ പശു വളർത്തുന്നതിനുള്ള എല്ലാവിധ സഹകരണ സംഘങ്ങൾക്കും അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ കൊടുക്കുന്നു. ഡയറി മേഖലയിൽ നമുക്കറിയാം, മിൽമയ്ക്ക് കൊടുക്കുന്ന ഏതാണ്ട് മുഴുവൻ ഫണ്ടും NDDB-യുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഫണ്ടാണ് ഈ മിൽമയ്ക്ക് കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വികസനമുണ്ടാകുന്നത്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നേരിട്ട് സൊസൈറ്റികൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള എല്ലാ സഹായങ്ങളും അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അത് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് നടപ്പിലാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
ക്ഷീരകർഷക സംഘം പുത്തൂർ പ്രസിഡന്റ് സി തങ്കവേലു അധ്യക്ഷത വഹിച്ചു. ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ മുഖ്യപ്രസംഗം നടത്തി. ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ്, വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ, സെക്രട്ടറിമാരായ പി ജി ഗോപകുമാർ, സുഷമ ശ്രീരാമൻ, മണ്ഡലം പ്രസിഡന്റ് കെ എസ് സൽജു, ബിഡിജെഎസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എൻ റെജി, ഷിബി, ആർ രാകേഷ്, ബിജെപി പഞ്ചായത്ത് മെമ്പർമാർ, ക്ഷീരസംഘ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു.